ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി ഒരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോയാണ്. ഇനിയിപ്പം നാളെ ആകുമ്പോഴത്തേക്കും നോമ്പൊക്കെ തുടങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. ഞാൻ പിന്നെ എല്ലാം നേരത്തെ അങ്ങനെ ചെയ്ത് വെക്കാറില്ല, ഫ്രീസറിലാക്കി വെക്കാറില്ല. ഞാനും ഇക്കായും മക്കളും മാത്രം ആയതുകൊണ്ട് അപ്പോഴപ്പോഴുള്ളത് അപ്പോഴപ്പോഴും ഉണ്ടാക്കി തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത് തീർക്കുമെന്നല്ലാതെ ഒത്തിരി ഇങ്ങനെ ഒരാഴ്ചത്തേക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കി ഞാൻ വെക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇനിയിപ്പം ഉച്ചക്കത്തേക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മോൾക്ക് കഞ്ഞി കൊടുക്കാനായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുക്കറിൽ അരി ഇടാൻ വേണ്ടി വെള്ളവും തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പം ഇങ്ങനെ ബക്കറ്റിലായിട്ടാണ് അരി വെച്ച് കൊടുക്കുന്നത്. ഇപ്പം അരി എടുത്ത് കഴുകി ഇട്ട് കൊടുക്കാൻ വേണ്ടി അരിയൊക്കെ എടുത്ത് കഴുകുവാണ്. അരി നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മുടെ പാലക്കാടൻ മട്ട റൈസാണ് ഞാനിവിടെ യൂസ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം. പൊടി എത്തിയിട്ടുണ്ട്, മോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ഓരോ സാധനങ്ങൾ വലിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അരി എടുത്തപ്പോഴത്തേക്ക് ഉടനെ അത് വേണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഒരെണ്ണമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അരി നന്നായിട്ട് കഴുകിയെടുക്കുക. 3-4 വെള്ളത്തിലൊക്കെ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. നല്ല ഒരു റെഡ് കളർ അങ്ങ് മാറുന്നത് വരെയും നല്ലതുപോലെ അരി വാഷ് ചെയ്തിട്ട് എടുക്കുക. ആ സമയത്ത് ഞാൻ ഫ്രീസറിൽ നിന്ന് ഫിഷ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഐസൊക്കെ മാറി വരാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്ത് പുറത്ത് വയ്ക്കുവാണ്. ഒരുമിച്ച് തന്നെ എല്ലാം എടുത്ത് പുറത്ത് വയ്ക്കുവാണ്. ഇഞ്ചി, പിന്നെ എന്താണ് പച്ചമുളക് ഒക്കെ ഞാനിങ്ങനെ ബോക്സിലാക്കിയിട്ടാണ് വെക്കുന്നത്. കറിവേപ്പിലയൊക്കെ വാഷ് ചെയ്ത് ഇങ്ങനെ ബോക്സിലാക്കിയിട്ടാണ് വെക്കുന്നത്. അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും എടുത്ത് പുറത്തേക്ക് വെക്കുവാണ്. അപ്പോൾ ഫിഷ് ഇവിടെ എന്താ ക്ലീനാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാം കട്ട് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. ഞാനിങ്ങനെ കട്ട് ചെയ്ത് വാങ്ങുന്ന ഫിഷ് മാത്രമേ വാങ്ങാറുള്ളൂ. അപ്പം പിന്നെ ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാം, കറി വെക്കുമ്പോൾ അങ്ങനെ എടുത്താൽ മതിയല്ലോ. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിന്നെ മക്കളുള്ളത് കൊണ്ട് അത് വേണം ഇത് വേണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് വാങ്ങുന്നത്. പിന്നെ അരി ഇട്ട് കൊടുക്കുവാണ്. അരി ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് എൻ്റെ ഈ അരി ഒരു വിസിൽ വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെന്ത് വരും. ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് വെള്ളം ഊറ്റിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് കൊടുക്കുവാണ്. പിന്നെ അതിന് ശേഷം വെജിറ്റബിൾസൊക്കെ കട്ടാക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ കളയുമ്പോൾ ഇതുപോലെ ഒരു പാത്രം, ബൗളോ എന്നിങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് വേസ്റ്റൊക്കെ അതിലിട്ട് കളയുമ്പോഴേക്കും എപ്പോഴും വൃത്തിയായി കിടക്കും. അല്ലാന്നുണ്ടെങ്കിൽ സിങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ എടുത്ത് മാറ്റാനും ഒക്കെ പാടായിരിക്കും. എല്ലാ വേസ്റ്റും ഇതുപോലെ ഒരു ട്രേയിലോ ഒരു ബൗളിലോ ഒക്കെ ആക്കിയിട്ട് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ അങ്ങ് കളയുമ്പോഴേക്കും വൃത്തിയായി കിടക്കും. അപ്പോൾ ഇനിയിപ്പം ഒരു സവാളയും ക്യാബേജ് തോരൻ വെക്കാനാണ്. അപ്പോൾ ക്യാബേജും എല്ലാം കട്ടാക്കാനായിട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ തൊലിയപ്പം തന്നെ കൊണ്ട് ഡസ്റ്റ്ബിന്നിലേക്ക് കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നല്ല രീതിയിൽ വാഷാക്കി വെക്കുവാണ്. അതൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഫിഷ് ഫ്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇക്കാക്ക് പിന്നെ ഫിഷ് കറി വേണം എന്നൊന്നുമില്ല. മോര് കറിയും ഫിഷ് ഫ്രൈയും ഉണ്ടെങ്കിൽ പിന്നെ. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് ഫിഷ് കറി ഒക്കെയാണ് എനിക്കിഷ്ടം. ഫിഷ് കറി മരച്ചിനി അതൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ മക്കളാണെങ്കിലും ഇതൊന്നും കഴിക്കില്ല. എന്തെങ്കിലും പറയുന്ന മാതിരി തൈരുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ പിന്നെ എനിക്കായിട്ട് ഇത് ഫുൾ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവരുടെ ഇഷ്ടം നോക്കിയിട്ട് അതൊക്കെ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും മോര് കറി, ഒരു തോരൻ, ക്യാബേജ് തോരനും പിന്നെ ഫിഷ് ഫ്രൈയും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഫിഷ് ഫ്രൈ. പിന്നെ ചില ദിവസങ്ങളിൽ ഫിഷ് കറി ആക്കും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ
ഈ ഒരു സമയത്ത് ഞാൻ മോൾക്ക് കഞ്ഞി കോരി കൊടുക്കാൻ വേണ്ടി നോക്കുവാണ്. കുടിക്കില്ല, 2 സ്പൂണ് കുടിക്കും, പിന്നെ എഴുന്നേറ്റ് ഓടും, പിന്നെ പിന്നാലെ കൊണ്ട് നടന്ന് കുടിപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇരുന്ന് കുടിക്കുന്നുണ്ട്. 2 സ്പൂണ് കഴിക്കുമ്പോഴേക്കും പിന്നെ എഴുന്നേറ്റ് ഓടും. പുറത്ത് മക്കൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പുറത്തെ മക്കൾ വന്നിട്ട് മോൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഓടുവാണ്. അപ്പം ഞാൻ എന്തായാലും പിന്നാലെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ തോരൻ വെക്കാനായിട്ട് ഒരു കടായി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും പിന്നെ ഒരു സവാളയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്ത് ആവശ്യത്തിന് അതിലേക്ക് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് നല്ല പോലെ വേവിച്ച് എടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് ഞാനിപ്പം ഫിഷൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പം ഐസൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് എടുക്കുവാണ്. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് കൊടുക്കുവാണ് ഞാനിവിടെ. അപ്പോൾ ആ ഒരു സമയത്ത് അടപ്പ് തുറന്നിട്ട് ഈ ക്യാബേജ് തോരനൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചെറിയ തീയിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ആ ഒരു സമയത്ത് ഫിഷിന് ഫ്രൈ ആക്കാനായിട്ട് മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫിഷിലെല്ലാം നല്ലപോലെ ഈ മസാലയൊക്കെ പിടിക്കുന്നത് പോലെ ഇത് നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കുകയാണ്. ഇന്നിപ്പം ഇത് അയല മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്നിട്ട് ഈ തോരനിപ്പം ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അരപ്പുണ്ടാക്കിയിട്ട് ഇത് മിക്സാക്കി തേങ്ങ, വെളുത്തുള്ളി, ജീരകമൊക്കെ കൂടെ ചതച്ചിട്ടാണ് എടുക്കുന്നത്. ഇന്നിപ്പം ജസ്റ്റ് ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് അത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ അടുത്ത കറി ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ലാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ പാത്രവും കൂടി കഴുകി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ബാക്കിയുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അതൊന്ന് എണ്ണയിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി കട്ടാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് പച്ചമണമൊക്കെ മാറി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് മഞ്ഞൾപ്പൊടീൻ്റെ ഈ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആ ഒരു സമയത്ത് നമുക്ക് തൈരുണ്ടല്ലോ, നല്ല കട്ട തൈര് ഈ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മോരുകറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് തേങ്ങ അരയ്ക്കാതെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ ഇങ്ങനെ തേങ്ങ അരയ്ക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഇക്കാക്കും ഇഷ്ടം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചിട്ടും ചില ദിവസങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിഷ് ഫ്രൈ ആക്കാനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫിഷ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഫിഷ് ഫ്രൈയും കൂടി ആക്കുവാണ്. എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മൾ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വൃത്തിയാക്കുക. ഫിഷ് ഫ്രൈ ആകുന്ന ഒരു സമയം കൊണ്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഒതുക്കി വയ്ക്കുക. അപ്പോഴെപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴെപ്പോഴും കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി ഭാരവും കുറച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതെല്ലാം അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സിങ്കെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇന്നുണ്ടാകില്ലെങ്കിലും
ഈ കറി തന്നെ നാളെയും ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനതിങ്ങനെ ഒരു എന്താ പറയുക അടിയിൽ ഹോളുള്ള ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വാർന്നു പോകാനായിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഫിഷ് ഫ്രൈയും ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണെന്ന് പറയുന്നത്. അപ്പോൾ അതെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ എന്താ പറയുക കുക്കിംഗ് റേഞ്ച് ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയും കൂടെ കൊടുക്കുക. നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിൽ എണ്ണയും ഒക്കെ തെറിച്ചിട്ടുണ്ടാകും. അതും അപ്പം തന്നെ ഒന്ന് ക്ലീൻ ആക്കി വെച്ച് കൊടുക്കുക. അപ്പം തന്നെ ക്ലീനാക്കി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം കൂടി ക്ലീൻ ചെയ്യാനും ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഒരു എന്താ പറയുക ജോലി ഭാരവും ഒക്കെ പോലെ തോന്നും. അപ്പോൾ അതിനെക്കാട്ടിലും അപ്പം തന്നെ അതങ്ങ് ക്ലീനാക്കി വെച്ച് കൊടുത്ത് എല്ലാം ഒതുക്കി വെച്ചിട്ട് പോയി ഫുഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു പാത്രം മാത്രമേ കഴുകാനായിട്ട് ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും കുക്കിംഗ് റേഞ്ചും നല്ലപോലെ ക്ലീനാക്കി വെക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരും. അപ്പം ഇപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തേക്കും ഉണ്ടാകും ഞങ്ങൾക്ക് ഈ കറികളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും ലഞ്ചും എല്ലാം റെഡിയായി. ഇനിയിപ്പം നമ്മളിപ്പം ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.